ലിബറലിസം. ഫസ്റ്റ് വൺ ലിബറലിസം. ഇതിൻ്റെ മെയിൻ ഐഡിയ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫ്രീഡമാണ്. വ്യക്തി സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഇഷ്ടമുള്ളയാളെ പണയിക്കാം. ഗവൺമെൻറ് നിങ്ങളുടെ കാര്യങ്ങളിൽ വെറുതെ തലയിടരുത്, പകരം നിങ്ങളുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒരു ലിവ് ആൻഡ് ലെറ്റ് ലീവ് പോളിസി. ഈ തീപ്പന്തം ആ ഒരു ഫ്രീഡത്തിൻ്റെയും അറിവിൻ്റെയും സിമ്പലാണ്. ഇനി നേരെ ഓപ്പോസിറ്റ് ഫാസിസം. ഇവിടെ വ്യക്തിയല്ല രാജ്യമാണ് ഹീറോ. ഒറ്റ നേതാവ്, ഒറ്റ പാർട്ടി, ഫുൾ കൺട്രോൾ. നിയമങ്ങളൊക്കെ മരണമാസം ടൈറ്റായിരിക്കും. ചോദ്യം ചെയ്യാനോ എതിർക്കാനോ നിന്നാൽ പണിപ്പാളും. രാജ്യത്തിൻ്റെ പവറും യൂണിറ്റിയുമാണ് ഇവരുടെ മെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീഡം ഇവിടെ അത്രയ്ക്ക് നടപ്പില്ല. അനാർക്കി പേര് കേൾക്കുമ്പോൾ എന്തോ അലമ്പ് പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് നോ റൂളേഴ്സ് അഥവാ ഭരണാധികാരി വേണ്ട എന്നതാണ്. ഗവൺമെൻറ്, പോലീസ്, കോർട്ട് ഒന്നുമില്ല. ആളുകൾ പരസ്പരം സഹകരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം. ഒരു ക്ലാസ്സിൽ ടീച്ചറില്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ അടിപൊളിയാവാം, ചിലപ്പോൾ അലങ്കോലമാവാം. സിൻഡിക്കലിസം. ഇതൊരു വെറൈറ്റി ഐറ്റമാണ്. ഇവിടെ ഭരിക്കുന്നത് തൊഴിലാളികളാണ്. അതായത് ഒരു ഫാക്ടറിയിലെ മുതലാളിക്ക് പകരം അവിടുത്തെ വർക്കേഴ്സ് തന്നെ ആ ഫാക്ടറി ഭരിക്കുന്നു. ഒരു ബോസ് വേണ്ട, വർക്കേഴ്സ് കൺട്രോൾ ആണ് ഇവരുടെ ലൈൻ. നമ്മുടെ നാട്ടിലെ സഹകരണ സംഘങ്ങളിടയ്ക്ക് ഒരു വലിയ രൂപം സങ്കല്പിക്കാം. സോഷ്യലിസം. നമ്മുടെ കേരളത്തിൽ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് സോഷ്യലിസം. ഇവിടെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസൊക്കെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കും. എന്തിനാണെന്നോ, എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ കിട്ടാൻ. പണക്കാരൻ കൂടുതൽ പണക്കാരനും പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനും ആവാതെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ. ഈ മുഷ്ടി വർക്കേഴ്സിൻ്റെ യൂണിറ്റിയാണ് കാണിക്കുന്നത്. പ്രോഗ്രസിവിസം. പേര് പോലെ തന്നെ പുരോഗമനം. പഴയ ചിന്താഗതികളൊക്കെ മാറ്റി പുതിയ ഐഡിയാസ് കൊണ്ടുവരണം. സമൂഹം എപ്പോഴും മുന്നോട്ട് പോകണം. ടെക്നോളജിയും സയൻസും ഉപയോഗിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. ചുരുക്കത്തിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഈ വളരുന്ന ചെടി കണ്ടില്ലേ, അത് തന്നെ സംഭവം. പോപ്പുലിസം. ഇത് പൊളിറ്റിക്സിൽ സ്ഥിരം കാണുന്ന ഒരു ടെക്നിക്കാണ്. നേതാക്കൾ വന്നിട്ട് പറയും, ഞാൻ നിങ്ങളിൽ ഒരുവനാണ്, സാധാരണക്കാരൻ്റെ ആളാണ്, മറ്റുള്ളവരെല്ലാം നിങ്ങളെ പറ്റിക്കുന്ന എലൈറ്റ്സ് ആണ്. ജനങ്ങളുടെ ഇമോഷൻസിനെ ടച്ച് ചെയ്ത് വോട്ട് പിടിക്കുന്ന ഒരു തരം അസ് വേഴ്സസ് ദം കളി. സെപ്പറേറ്റിസം. ഒരു വലിയ വീട്ടിലെ ഒരംഗത്തിന് എനിക്ക് ഈ വീട്ടിൽ നിൽക്കേണ്ട, സ്വന്തമായി വേറെ വീട് വെക്കണമെന്ന് തോന്നുന്ന പോലത്തെ അവസ്ഥ. ഒരു രാജ്യത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഭാഷയുടെയോ സംസ്കാരത്തിൻ്റെയോ പേരിൽ സ്വന്തമായി ഒരു രാജ്യം വേണം എന്ന് തോന്നുമ്പോഴാണ് വിഘടനവാദമുണ്ടാവുന്നത്. മോഡറേറ്റിസം. ഇവരൊരു എക്സ്ട്രീമിനുമില്ല, വല്ലാതെ ലെഫ്റ്റുമല്ല വല്ലാതെ റൈറ്റുമല്ല, ഒരു സെൻറ്റർ പിടിച്ചു നിൽക്കും. വലിയ മാറ്റങ്ങളോ വിപ്ലവങ്ങളോ ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല. ഒരു സേഫ് സോൺ പ്ലെയർ. എല്ലാവരുമായി ഒരു ഒത്തൊരുപ്പിലായും. കമ്മ്യൂണിസം. ഇത് പിന്നെ കേരളത്തിൽ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും സോഷ്യലിസത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ വേർഷനാണ് കമ്മ്യൂണിസം. ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊരു സംഭവമില്ല. എല്ലാം പൊതുസ്വത്താണ്. ആർക്കും പ്രത്യേകമായ വലിയ സ്വത്തുക്കളില്ല. എല്ലാവരും ഈക്വൽ. ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി. അതാണ് ലക്ഷ്യം. ലിബർട്ടേറിയനിസം. ഇവരുടെ പോളിസി മാക്സിമം ഫ്രീഡം, മിനിമം ഗവൺമെൻറ്. ഗവൺമെൻറ് നമ്മുടെ ജീവിതത്തിൽ ഒട്ടും ഇടപെടരുത്. ടാക്സ് പിരിക്കുന്നത് പോലും ഇവർക്ക് ഇഷ്ടമല്ല. ഡോണ്ട് ട്രെഡ് ഓൺ മീ, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്നതാണ് ഇവരുടെ മോട്ടോ. കോർപ്പറേറ്റിസം. ഇവിടെ ഗവൺമെൻറ്റും വമ്പൻ ബിസിനസ് കമ്പനികളും ട്രേഡ് യൂണിയനുകളും ചേർന്ന് ഒരു ഗ്യാങ് ആയിട്ട് ഭരിക്കും. തീരുമാനങ്ങളൊക്കെ ഇവർ ഒരുമിച്ചെടുക്കും. ഇതിൽ സാധാരണ പൗരന്മാർക്ക് വലിയ റോൾ ഉണ്ടാവില്ല. ഒരു തരം ടോപ്പ് ലെവൽ പാർട്ട്ണർഷിപ്പ് ഭരണം. ഫെമിനിസം എന്ന് കേൾക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ കോർ ഐഡിയ സിമ്പിളാണ്. ആണായാലും പെണ്ണായാലും സമൂഹത്തിൽ തുല്യ അവകാശങ്ങളും അവസരങ്ങളും വേണം. ജെൻഡറിൻ്റെ പേരിൽ ഒരു വിവേചനവും പാടില്ല. സംഭവം ഇക്വാളിറ്റി ആണല്ലോ, അത് പുരുഷവിരോധമല്ല. ക്യാപിറ്റലിസം. മുതലാളിത്തം. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ സ്വന്തമായൊരു ബിസിനസ് തുടങ്ങാം, പണം സമ്പാദിക്കാം, വളരാം. ഇവിടെ പ്രോഫിറ്റും കോമ്പറ്റീഷനുമാണ് മെയിൻ. മാർക്കറ്റാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഗവൺമെൻറ്റിന് വലിയ റോളില്ല. ഇംപീരിയലിസം. സാമ്രാജ്യത്വം. ഒരു പവർഫുൾ രാജ്യം പവർ കുറഞ്ഞ രാജ്യങ്ങളെ ഭരിക്കുന്ന ഏർപ്പാട്. ഒരു വലിയ മീൻ ചെറിയ മീനെ പിടിക്കുന്നത് പോലെ. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചത് ഇതിനെ ബെസ്റ്റ് എക്സാമ്പിളാണ്. ആ കിരീടം വെച്ച ബോൾ കണ്ടില്ലേ, ആ ഒരു അധികാരഭാവം അതുതന്നെ. നാസിസം. ഓക്കെ, അടുത്തത് കുറച്ച് ഡാർക്കായിട്ടൊരു ടോപ്പിക്കാണ് നാസിസം. ഫാസിസത്തിൻ്റെ ഒരു എക്സ്ട്രീം രൂപമാണിത്. ഇവിടെ ഒരു പ്രത്യേക വംശമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും മറ്റുള്ളവരെല്ലാം താഴ്ന്നവരാണെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ വലിയ തോതിലുള്ള വിദ്വേഷവും അക്രമവും ഉണ്ടാവും. ചരിത്രത്തിൽ ഇതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അഥോറിറ്റേറിയനിസം ഇവിടെ ഭരിക്കുന്നവർക്ക് എല്ലാ പവറും ഉണ്ടാവും. ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് വളരെ കുറവായിരിക്കും. ഗവൺമെൻറ് പറയുന്നത് പോലെ എല്ലാവരും അനുസരിക്കണം. ചൈന പോലെയുള്ള ചില രാജ്യങ്ങളിലെ ഭരണരീതികളിൽ ഇത് കാണാൻ സാധിക്കും. ഫ്രീഡത്തേക്കാൾ സ്റ്റെബിലിറ്റിക്കാണ് ഇവിടെ പ്രാധാന്യം. ട്രാൻസ്ഹ്യൂമനിസം. ഇതൊരു പുതിയ കോൺസെപ്റ്റാണ്. നമ്മൾ മനുഷ്യരെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറയുന്നവരാണ് ഇവർ. അതായത് സയൻസും ടെക്നോളജിയും ഉപയോഗിച്ച് നമ്മുടെ ബുദ്ധി, ആരോഗ്യം, ആയുസ്സൊക്കെ മെച്ചപ്പെടുത്തുക. AI ചിപ്പുകൾ ശരീരത്തിൽ ഘടിപ്പിക്കുക, രോഗങ്ങളെ ഇല്ലാതാക്കുക, റോബോട്ടുകളെ പോലെ സ്കിൽസ് നേടുക. ഇതൊക്കെയാണ് ഇവരുടെ ഡ്രീം. ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ.